ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതെ ഇരുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ സ്ഥിതി എന്നുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയുമായിട്ട് വിളിച്ച് സംസാരിക്കും, പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കണ്ടിട്ട് വിളിച്ച് ചാണ്ടി ഉമ്മനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന രണ്ട് പേരെന്ന് പറയുന്ന ഒന്ന് AK ആൻ്റണിയും ഒന്ന് BM സുധീരനുമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥമായിട്ട് ഒരു നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പം ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുകയാണെങ്കിൽ എടാ ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് മറ്റൊരുടെ മടിയിലോട്ട് തലവെച്ചിട്ട് നമ്മൾ കിടക്കുക. ഇവന്മാർക്ക് വേറെ തന്നെ മടി തലവെച്ച് കിടക്കാൻ പറ്റത്തില്ലെന്നേ. പക്ഷേ അത് സെറ്റിൽ ചെയ്യും കോൺഗ്രസ്സുകാരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ അവന്മാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ട് ചേട്ടാ അത് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് കാലെ പിടിച്ച്. കാരണം പുള്ളിയുടെ കാല് ഇനി പുള്ളിക്ക് എവിടെ ഉരച്ച് വൃത്തിയാക്കേണ്ടി വരത്തില്ല. കാരണം ഇവന്മാർ നക്കി വൃത്തിയാക്കിക്കോളൂ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് വളരെ വലിയ ഒരു ബോംബ് ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചില കള്ളന്മാർ കോൺഗ്രസിൻ്റെ തലപ്പത്ത് കയറി കൂടിയിട്ടുണ്ട്, കുറേ ഫ്രോഡുകൾ. അവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും VM സുധീരനും പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലക്ഷ്യം വെക്കുന്നത്? ആദ്യം പറയാനുള്ളത്, രാജ്മോഹൻ ഉണ്ണിത്താൻ ബോംബ് ഇട്ടിട്ടില്ല. ബോംബ് കയ്യിൽ ഉണ്ടെന്നുള്ളത് പ്രഖ്യാപിച്ചു. ആണവായുധം കയ്യിലുണ്ട്, ഞാൻ ഏത് സമയത്തും എടുത്ത് പ്രയോഗിക്കുന്നുള്ളത് പറഞ്ഞ് ഞെട്ടിച്ചു. അപ്പോൾ അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട് മേപ്പോട്ട് നോക്കിയാൽ ആകാശം കീപ്പോട്ട് നോക്കിയാൽ ഭൂമി എന്ന്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മേപ്പോട്ട് നോക്കിയാൽ ഭൂമി, കീപ്പോട്ട് നോക്കിയാൽ ആകാശം എന്നുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണ്. എന്തും ചെയ്യാൻ, എന്ത് കാര്യത്തിനും യാതൊരു മടിയില്ലാത്ത ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പിടിച്ചു കെട്ടാൻ ആ കുതിരയെ പിടിച്ചു കെട്ടാൻ ഒരു പട്ടിക്കും പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, AICC അല്ല, അതിനേക്കാൾ മേലെ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അല്ല ICC ഉണ്ടെങ്കിൽ അതിനു പോലും കഴിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരുത്തിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്രോഡുകളെയും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. KPCCയിലെ ഒരു സെക്രട്ടറി കഴിഞ്ഞ ദിവസം രാജിവെച്ചവൻ, ഭാരവാഹി രാജിവെച്ചവൻ, അവൻ എങ്ങനെ സെക്രട്ടറി ആയി? KPCCയിലെ ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ കാശ് മേടിച്ചിട്ട് വഴിയെ പോകുന്നവനെ ഇവനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്നേ. അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനകത്ത് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ പറയേണ്ടിയിരുന്നത് ഫ്രോഡുകളല്ലാത്ത എത്ര പേര് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഫ്രോഡുകളല്ലാത്ത എത്ര പേരുണ്ടെന്നുള്ള എണ്ണുന്ന അസുഖം, ഫ്രോഡുകളെ എണ്ണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് എണ്ണിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ എണ്ണേണ്ടി വരും. കാരണം അത്രയും എണ്ണം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഫ്രോഡുകളല്ലാത്തവർ എത്ര പേരെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഒരു 8-10 പേരെ മാത്രം നമുക്ക് എണ്ണി എടുത്താൽ മതി. അപ്പോൾ ഇതാണ്. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തൊരു സ്റ്റാൻഡ്, തുടക്കം തൊട്ടെടുത്തിട്ടുള്ള സ്റ്റാൻഡ്, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന കാര്യം. കാരണം 5 വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതാണ്. അതെല്ലാം ഇരു മുന്നണികളും ചെയ്യുന്നത് തോന്നിവാസമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കേരളത്തിൽ ഇപ്പോൾ K രാധാകൃഷ്ണനെ 5 വർഷത്തേക്ക് ചേലക്കരയും തിരഞ്ഞെടുത്തതാണ്. K രാധാകൃഷ്ണനെ പിടിച്ചിട്ട് ആലത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് ലോക്സഭയിലേക്ക് വിട്ടപ്പം ചേലക്കരയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ഇവന്മാർ AKG സെൻറ്ററിൽ നിന്നാണ് കൊടുക്കുന്നത്. അല്ല, ഷാഫി പറമ്പിലിനെ ഇവനെയൊക്കെ 5 വർഷത്തേക്ക് ഇവിടുന്ന് വിട്ടതാണ്, പാലക്കാട് നിന്ന് വിട്ടതാണ്. അവിടെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ പൈസ എടുത്തിട്ട് ഇന്ദിരാഭവനിൽ നിന്നാണ് കൊടുക്കുന്നതല്ല, നമ്മുടെ പൈസയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശിനെ കൊണ്ടുപോയിട്ട് ആറ്റിങ്ങിൽ നിർത്തി, അതേപോലെ തന്നെ ഹൈബീഡിനെ നിർത്തി. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട് ഇത് 2 മുന്നണികൾ LDF-ഉം UDF-ഉം അത് ചെയ്യുന്നത് വൃത്തികേടാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇവരിൽ മത്സരിക്കാൻ നിൽക്കണ്ടെന്നേ. ലോക്സഭയിലോട്ട് അല്ല, നിയമസഭയിലോട്ട് മത്സരിക്കാൻ നേരിട്ട് ലോക്സഭയ്ക്ക് മത്സരിക്കുന്നില്ല, നിയമസഭയെ മത്സരിക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ട് എനിക്കിപ്പോൾ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കണം. ഇത് അക്കരപ്പച്ച എന്ന് പറയുന്നത് ജനങ്ങളുടെ മേലിലേക്കുള്ള അധിക ബാധ്യത അടിച്ചേൽപ്പിക്കില്ല. 2, രാജ്മോഹൻ ഉണ്ണിത്താൻ സൈലൻ്റായിട്ട് നിന്നിട്ട് എനിക്ക് വന്നാൽ ഉദുമയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമയിൽ നിന്നാൽ ജയിക്കുകയും ചെയ്യും, സംശയമൊന്നുമില്ല. K സുധാകരൻ നിന്ന പോലൊന്നുമല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ് എനിക്ക് ഉദുമയിൽ മത്സരിക്കണം, MP-മാർ മത്സരിച്ചോട്ടെ, K സുധാകരൻ മത്സരിക്കട്ടെ, KC വേണുഗോപാൽ മത്സരിക്കട്ടെ, ആരൊക്കെ അടൂർ പ്രകാശ് മത്സരിച്ചോട്ടെ, കോന്നിയിൽ ഞാനും മത്സരിക്കുകയാണ് ഉദുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമായിരുന്നോ? മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി ആക്കാതിരിക്കാൻ പറ്റുമോ? ആക്കേണ്ടി വരും. മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. അല്ല, മുഖ്യമന്ത്രി ആക്കേണ്ടി വരത്തില്ല. അതൊന്നും പുള്ളി ചോദിക്കാനും നിൽക്കത്തില്ല. പിന്നെ കാര്യമുണ്ടെന്നേ, ഒരുപാട് വർഷം ഇതിനു വേണ്ടി പണിയെടുത്തിട്ട് 2004 കൊല്ലത്ത് ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടതാ.
അന്നാണ് 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ശൂരനാട് രാജശേഖരനെ ആക്കിയെന്നും പറഞ്ഞിട്ടുള്ള പുള്ളിയോട് പത്മജ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞിട്ട് പത്മജ നിശ്ചയിച്ചിട്ടില്ല അന്ന് പത്മജ പിന്നെ BJP ചേരുന്നത് ഇപ്പോൾ 1 വർഷം മുമ്പാണല്ലോ. അപ്പോൾ ആ 10-20 വർഷക്കാലം പത്മജയെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒറ്റ പ്രസ്താവനയിലാണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിൽ ഇടതുപക്ഷത്തിൽ അത്ര ജീവിതത്തിൽ ഇക്കാലം വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് കിട്ടിയത് 18 സീറ്റാണ് കിട്ടിയത്. 18 സീറ്റ് കിട്ടി, ഒരു സീറ്റ് NDAക്ക് നമ്മളെ PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന്, ഒരു സീറ്റ് പിന്നെ പൊന്നാനിയിലും അഹമ്മദും ജയിച്ചു. ബാക്കിയുള്ളവരെല്ലാം തോറ്റുപോയി എന്നുള്ളത് ചരിത്ര വിജയം ഇടതുമുന്നണിക്ക് കിട്ടിയതാണ്. അപ്പോഴത്തേക്ക് കേരളം ആകെ ചുമന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു ഇടതുമുന്നണിയുടെ ആൾക്കാർക്കുണ്ടായിരുന്നത്. അതൊക്കെ താൽക്കാലിക ചുവപ്പായിരുന്നു, അതുമല്ല കാവ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വേറെ യാഥാർത്ഥ്യം. അതെന്തോ ആവട്ടെ. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് VM സുധീരനും എനിക്കും പല കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ്. VM സുധീരൻ പല ഘട്ടത്തിലും VM സുധീരൻ ആലോചിച്ച് വയ്ക്കുക. VM സുധീരന് വേണമെങ്കിൽ ഇപ്പോഴും ഒരു MPയോ MLA ഒക്കെ ആവാം അല്ലേ. VM സുധീരൻ ഒരു CM മെറ്റീരിയൽ അല്ലേ, ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണ് VM സുധീരൻ. ആദർശശുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ്. ചില നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുമായിട്ട് മറ്റേ ബാർ ലൈസൻസ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാഷ് ഉണ്ടായെങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതെ ഇരുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ സ്ഥിതി എന്നുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയുമായിട്ട് വിളിച്ച് സംസാരിക്കും, പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കണ്ടിട്ട് വിളിച്ച് ചാണ്ടി ഉമ്മനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന 2 പേരെന്ന് പറയുന്നത് ഒന്ന് AK ആൻ്റണിയും ഒന്ന് പിന്നെ VM സുധീരനുമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം വൈരനിര്യാതന ബുദ്ധിയൊന്നും വെച്ച് പുലർത്തുന്ന ആളല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരും മരിച്ചാൽ പോലും പിന്നെ ഇത് പറയുന്നവർ. അപ്പോൾ ആ രീതിയിലുള്ള ആളല്ല VM സുധീരന്. ഇപ്പം മണലൂർ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കത്തില്ലായിരുന്നോ? VM സുധീരന് വാക്ക് പറഞ്ഞാൽ മതി. VM സുധീരൻ ആലപ്പുഴയിൽ തോറ്റതെങ്ങനെയാണെന്ന് നമുക്കറിയാം. അന്ന് ഇടതുമുന്നണി KS മനോജിനെ കൊണ്ടേ നിർത്തി, പിന്നെ ഒരു VS സുധീരനെ പിന്നെ ഡമ്മി നിർത്തി. ആ VS സുധീരൻ പിടിച്ച വോട്ട് VM സുധീരൻ്റെ എതിരെ KS മനോജ് നേടിയ ലീഡിനേക്കാൾ വലിയ വോട്ടായിരുന്നു. അപ്പോൾ അവരെ നിർത്തിയിട്ടാണ് ജയിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാലത്തിൻ്റെ കവിനീതി എന്നോണം ഇടതുമുന്നണിക്ക് തിരിച്ചടി കിട്ടി. ആ KS മനോജ് പിന്നീട് കോൺഗ്രസിൽ പോയി. MP ആയിട്ടുള്ള പെൻഷനും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമീപകാല ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള സ്റ്റാൻഡ് എന്താ? ഈ പിന്നെ ഷാഫിയുടെയും രാഹുലിൻ്റെയും ഫാൻസ് ബാക്കിയുള്ളവരെല്ലാം ചൊറിഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടാതായി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ അയച്ചു തന്നെ. അപ്പം ഞാൻ അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരാം. എല്ലാവരും മിണ്ടാതായി. കാരണം ഇവരെ കയ്യിലാണ് കേരളം നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട്. കാരണം മിനിറ്റുകൾക്കൊക്കെ 1000കണക്കിന് ലൈക്ക് ഷെയറൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ ദിവസം അത് പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ് ഇപ്പം നിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ രണ്ടിടത്തിലെയും വലിച്ചു വാരി ഇവന്മാരുടെ എല്ലാ കഥയും എനിക്കറിയാം, വലിച്ചു വാരി ചുമരിലൊട്ടിക്കുമെന്ന് പറയുമ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തിരിച്ച് എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വിട്ടോ എന്നുള്ള വെല്ലുവിളിയും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം മടിയിൽ കനമില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള ആത്മധൈര്യം ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് ഞങ്ങളുടെ എന്തെങ്കിലും ഇവന്മാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ, അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് സൂക്ഷിച്ചിട്ടുണ്ടോ, അവർക്കെതിരെ വല്ലാതെ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ അത് പുറത്തു വിടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ബാക്കിയുള്ളവർ ഈ പിന്നെ സണ്ണി വക്കീൽ തൊട്ട് ഈ പിന്നെ പറയുന്ന ഇത് ഇവിടെ പിന്നെ മേലെയൊക്കെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും സൈലൻ്റ് ആയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ വല്ല ട്രാപ്പിലും പോയി പെട്ടോണ്ടാണ്. അപ്പം അതുമല്ല വല്ല സീഡിയും പുറത്തിറങ്ങുമോ എന്നുള്ള പേടിയും കൊണ്ടാണ് ഇവന്മാർ പിന്നെ തലയെ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് സൈലൻ്റായിട്ട് നിന്നത്. പക്ഷേ അതിൻ്റെ പേടിക്കാതെ ഇരുന്നാൽ എനിക്കെതിരെ എന്തോരം ഉണ്ടെങ്കിൽ നീയൊക്കെ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിലുള്ള അഭിപ്രായം പറയാൻ അങ്ങനെ ആർജവമുള്ള വേറെ ഏത് കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നു? പിന്നെ പറഞ്ഞാൽ എനിക്കിനി ഒന്നും നോക്കാനില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി നശിച്ചു പോകരുതെന്നുള്ള പുള്ളി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി നശിച്ചു പോകരുത് എന്നുള്ളത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മതേതര ബോധമുള്ള ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഞാൻ പറയുന്നത് കോൺഗ്രസ് എന്നുള്ളതല്ല. കോൺഗ്രസ് നശിച്ചു പോകരുത്, CPM നശിച്ചു പോകരുത്, CPI നശിച്ചു പോകരുത്, BJP നശിച്ചു പോകരുത്. ഇത് കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം തമ്മിൽ സർഗാത്മകമായ ഒരു സമരം നടക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ യഥാർത്ഥ ജനാധിപത്യം വരുള്ളൂ. മറ്റേതൊരു ചൈനയിലെ പോലെയുള്ള ആണെന്നുണ്ടെങ്കിൽ ജനാധിപത്യം ഇല്ലല്ലോ. അല്ലെങ്കിൽ ഉത്തര കൊറിയയിലെ പോലെ അമ്മാവനെ വേട്ടപ്പട്ടിക്ക് ഇട്ട് കൊടുത്ത് മറ്റേ ഭ്രാന്തനെ പോലുള്ളിടത്താണെങ്കിൽ ജനാധിപത്യം ഇല്ലല്ലോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ടാകുക, ഒന്നുമില്ലാതാവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാളിൽ
CPM-ഉം കോൺഗ്രസും ഒക്കെ നാമാവശേഷമായതിൻ്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. കാരണം ഈ ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMK-ക്ക് അന്ന് പിന്നെ DMK മൂപ്പനാരുടെ പിന്നെ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് അവർക്ക് ഫുൾ സീറ്റും കിട്ടുന്ന സ്ഥിതി വന്നപ്പോൾ ജയലളിത മാത്രമേ ഉള്ളൂ നിയമസഭയിൽ. ജയലളിതയുടെ സാരി വലിച്ചു കയറി. തിരിച്ച് ജയലളിതയ്ക്ക് അത്ര വലിയ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് കരുണാനിധിയെ പാതിരാത്രിയുടെ വയസ്സുകാലത്ത് വലിച്ചു തൂക്കി പോലീസ് എടുത്തുകൊണ്ട് പോയി, വല്ല കൊടും ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ, ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ. അപ്പം ഈ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകാതെ ജനാധിപത്യത്തെ നിലനിർത്തേണ്ടതിനകത്ത് കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവന നിസ്തുലമാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രസ്ഥാനത്തെ ഇത്തരം ഫ്രോഡുകളെ വെച്ച് കാർന്നു തിന്നുന്നു എന്നുള്ളതും സ്വന്തം നോമിനികളെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഓരോ സ്ഥലത്ത് തിരികെ കയറ്റുന്നു എന്നുള്ളതും അത് പലതും പേയ്മെൻ്റ് ആണെന്നുള്ളതും ഏറ്റവും വലിയ അപകടകരമല്ലേ? ഇങ്ങനൊരു സംഘടനാ സ്ട്രക്ചറുള്ള ഒരു പാർട്ടി ഇന്ന് ലോകത്ത് വേറെ ഉണ്ടോ? ഇങ്ങനൊരു സംഘടന ഓർഗനൈസേഷണൽ ചാർട്ട് ഉള്ള ഒരു പാർട്ടി സിബിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കാരണം എത്ര ജനറൽ സെക്രട്ടറിമാർ, എത്ര സെക്രട്ടറിമാർ, എത്ര ബാക്കി ഭാരവാഹികൾ, ഇവർക്ക് തന്നെ അറിയത്തില്ല പരസ്പരം ഭാരവാഹികളെക്കുറിച്ച്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പറയാൻ കാരണം ഒരു KPCC ഭാരവാഹി കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടെന്നും പറഞ്ഞ് ഇത് വെച്ചാൽ അവൻ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ വണ്ടിയെന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ 1 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയാനാന്ന് പറഞ്ഞത്. ഈ അടിച്ചോണ്ട് പോലൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഈ കൊടകര കുഴൽപ്പണമൊന്നും വലിയ വിഷയമല്ല, ആക്കേണ്ടതില്ല കോൺഗ്രസ്സുകാർക്ക്. ഇവർ ഇന്ദിരാമാവിന് പൈസ വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചോണ്ട് പോകും. അതേപോലെ തന്നെ ഒരുത്തൻ സ്വസ്ഥമായിട്ട് ഒരു പിന്നെ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പം ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ 2 പേര് ഇരിക്കുകയാണെങ്കിൽ എടാ ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് മറ്റൊരുടെ മടിയിലോട്ട് തലവെച്ചിട്ട് നമ്മൾ കിടക്കുക. ഇവന്മാർക്ക് വേറെ തന്നെ മടി തലവെച്ച് കിടക്കാൻ പറ്റത്തില്ലെന്നേ. ഒരു ചായ ഒരു കോൺഗ്രസ്സുകാരൻ വേറെ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് കുടിക്കത്തില്ല. ചായ തന്നു കഴിഞ്ഞാൽ 2 ഗ്ലാസും കൊണ്ടു വെക്കുകയാണെങ്കിൽ പിന്നെ അതായത് ഇപ്പോൾ ഞാനും സിബിയും കൂടെ, ഞാൻ സിബിയുടെ വീട്ടിൽ വന്നു. ഇപ്പോൾ സിബിയുടെ പിന്നെ വൈഫോ അല്ലെങ്കിൽ സെർവൻറ്റോ ആരെങ്കിലും വന്നിട്ട് 2 ചായ വെക്കുന്നു, ഒന്ന് സിബിയുടെ മുമ്പിൽ ഒന്ന് എൻ്റെ മുമ്പിലും വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിയുടെ ചായ ഇങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ ചായ സിബിയുടെ മുമ്പിലോട്ട് അങ്ങ് തരും. സ്നേഹപ്രകടനം എന്നിട്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ല സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പെടരാന്നും കണ്ട് ഈ രീതിയിൽ പരസ്പര വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസിനെ, അതായത് വിഷം കൊടുത്ത് കൊല്ലാൻ പോലും മടിക്കാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതാണ് ഈ ഫ്രോഡുകൾ എന്ന് പറയുന്ന സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫ്രോഡുകളെ കൊണ്ടുവന്നിരുത്തേണ്ടുന്ന സ്ഥലമാണോ ഇന്ദിരാഭവൻ എന്നുള്ളത് ആലോചിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. മാത്രമല്ല അദ്ദേഹം വെടി പൊട്ടിക്കും എന്ന് പറഞ്ഞാലും പക്ഷേ അത് സെറ്റിൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം ആർക്കെതിരെയൊക്കെയാണ് വെടി വരുന്നതെന്നുള്ളത് പക്ഷേ ഇവർക്ക് പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കരുതുന്നു എൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം രാജ്ഭവൻ ഉണ്ണിത്താൻ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതിയിരിക്കുക, സിബി കരുതിയിരിക്കുന്നത് സിബിയാണോ ഉദ്ദേശിച്ചതെന്ന് കരുതിയിരിക്കുന്നത്, നമ്മളെ വീഡിയോ ജേർണലിസ്റ്റ് കരുതിയിരിക്കുന്നത് അവനെയാണോ ഉദ്ദേശിച്ചതെന്ന് കരുതിയിരിക്കുന്നത്. ഇപ്പം ആകെ കൺഫ്യൂസ്ഡാണ്. പുള്ളി ആരെയും പേര് പറഞ്ഞിട്ടില്ല സ്പെസിഫിക് ആയിട്ട്. പക്ഷേ VM സുധീരനൊക്കെ ഒരു കാര്യത്തിനകത്ത് നിലപാടെടുത്തു കഴിഞ്ഞാൽ VM സുധീരൻ്റെ ഒരു ആദർശ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരഭ്രമമില്ലാത്ത ആദർശശുദ്ധി. AK ആൻ്റണിയേക്കാൾ മേലെ നിൽക്കുന്ന ആളാണ് VM സുധീരൻ അക്കാര്യത്തിൽ. AK ആൻ്റണി ആദർശമൊക്കെ ഉണ്ട്, സംഭവം ഒരു വശത്ത് ആദർശമൊക്കെ ഉണ്ട്. വീട്ടിൽ ചായ കുടിക്കാൻ 2 ഗ്ലാസ്സേ ഉള്ളൂ, പിന്നെ ഒരു കാലിലെ ചെരുപ്പിടുള്ളൂ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി കേന്ദ്രമന്ത്രിയായപ്പോൾ അഴിമതി മേടിച്ചിട്ട് ഒന്നും മേടിച്ചില്ല. കാരണം അന്ന് നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു മൊട്ടുസൂചി പോലും പർച്ചേസ് ചെയ്യാതിരുന്ന, അങ്ങനെ ഇന്ത്യൻ സൈന്യത്തെ ഐഡിലാക്കി നിർത്തിയ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. കാരണം പുള്ളിക്ക് എന്തെങ്കിലും സാധനം മേടിച്ചാൽ ആരെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അത് കാരണം പിന്നെ അഴിമതി എന്ന് കേട്ടാലേ രാജിവെക്കും പുള്ളി. അപ്പം അഴിമതി എന്ന് പറയണ്ട, അഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അഴിമുഖം എന്നായിരിക്കും ആൾ പറയാൻ പോകുന്നത്. പക്ഷേ അഴിയെന്ന് കേൾക്കുമ്പോഴേ പുള്ളി റിസൈൻ ലെറ്റർ എഴുതും, അഴിമതിയാണെന്ന് കരുതിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് പുള്ളി. പക്ഷേ VM സുധീരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, പ്രസിഡന്റോ പ്രധാനമന്ത്രിയുമായിട്ട് അടുത്ത ടൈമിൽ വരാൻ, പ്രസിഡന്റ് സ്ഥാനം വീണ്ടും UPA വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റായിട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതിനുള്ള രംഗത്തിനുള്ള ബാല്യമൊന്നുമില്ല. ഇനി കോൺഗ്രസിനും അതിനുള്ള രംഗത്തിനുള്ള ബാല്യമില്ല ദേശീയ തലത്തിൽ. പക്ഷേ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തീരുമാനം എടുത്തിട്ട് പിന്നീട് അദ്ദേഹം പലത്തോട് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും പലതവണ മത്സരിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പുള്ളി അതിന് തയ്യാറായില്ല. അവസാനം KPCC പ്രസിഡന്റാക്കി പുള്ളിയെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റിയിട്ട് പുള്ളിയാക്കി. പുള്ളിക്ക് അതും മടുത്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളി സ്വയം ഒഴിഞ്ഞു. പക്ഷേ പുള്ളി അന്ന് നിർദ്ദേശിച്ചത് ആരെയാ? PT തോമസിനെ ആക്കണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് PT തോമസിനെ പുള്ളി പറഞ്ഞായിരുന്നു.
KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് പി ടി തോമസ് വരണം എന്നുള്ളതായിരുന്നു 2021 അദ്ദേഹം പറഞ്ഞത്, BM സുധീരൻ പറഞ്ഞത്. കാരണം പി ടി തോമസിനെ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാൾ, കാരണം ഇടുക്കിയിലെ ബിഷപ്പിൻ്റെ വർത്തമാനം കേട്ടിട്ടാണ് 2014 പി ടി തോമസിന് സീറ്റ് നിശ്ചയിച്ചത്. തനി തോന്നിയാസമാണ് ഇവർ കാണിച്ചത്. പി ടി തോമസിനെ സീറ്റ് നിശ്ചയിച്ചു. പിന്നെ ജോയ്സ് ജോർജ്, പിന്നെ ബിഷപ്പിൻ്റെ വലങ്കൈയായിട്ടുള്ള ജോയ്സ് ജോർജിനെ ഇടതുമുന്നണി ഭൂമി തട്ടിപ്പുകാരനെ കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് അന്ന് ഡീൻ കുര്യാക്കോസിന് സീറ്റ് കൊടുത്തപ്പോൾ അന്ന് ഡീൻ കുര്യാക്കോസ് തോറ്റു. പി ടി തോമസ് ആണെങ്കിൽ പി ടി തോമസ് ജയിക്കുമായിരുന്നു. ബിഷപ്പിൻ്റെ പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പം ആ പി ടി തോമസിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഈ വിഷയത്തിനകത്തൊക്കെ അഴിമതിക്കെതിരെ പിന്നെ അയവില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് BM സുധീരൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം BM സുധീരനെ ഇപ്പോൾ കോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ BM സുധീരനും എനിക്കും പലതും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ BM സുധീരൻ്റെ അത്ര വിശുദ്ധനാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്രയും തൻ്റെ ഇടത്തോടെ നട്ടല് നിവർത്തി നിന്ന് ബോൾഡായിട്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കയ്യിലുള്ള ബോംബ് നിസ്സാരമായി കാണേണ്ടതില്ല. പക്ഷേ അത് സെറ്റിൽ ചെയ്യും കോൺഗ്രസ്സുകാരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ അവന്മാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ട് ചേട്ടാ അത് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് കാലെ പിടിച്ച്, കാരണം പുള്ളിയുടെ കാല് ഇനി പുള്ളിക്ക് പിന്നെ എവിടെ ഉരച്ച് വൃത്തിയാക്കേണ്ടി വരത്തില്ല. കാരണം ഇവന്മാർ നക്കി വൃത്തിയാക്കിക്കോളൂ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.